ഇപ്പോൾ വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ ആവശ്യത്തിനാണ് ഓഫീസും സംവിധാനങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ അത് ഞങ്ങൾ വളരെ ഫലപ്രദമായിട്ട് കഴിഞ്ഞ 7 വർഷമായിട്ട് അവിടെ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വർത്തമാനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇനി അത് തുടരേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ പൊതുവിൽ ആലോചിച്ചതും പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും അത്തരം ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് ഇത് മാറ്റാം എന്നുള്ളൊരു ആലോചന വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വട്ടിയൂർക്കാവ് തന്നെയുള്ള മരുതൻകുഴി ജംഗ്ഷനിലെ ഒരു കെട്ടിടത്തിലെ താഴത്തെ നിലയിൽ ഓഫീസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നാട്ടിലെ വികസനവും ജനങ്ങളുടെ കാര്യങ്ങളുമാണ് ജനപ്രതിനിധികൾ നോക്കേണ്ടത്. അതിന് പറ്റുന്ന ഒരിടമാണ് ഓഫീസായി സാധാരണഗതിയിൽ ജനപ്രതിനിധികൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ MLAയുടെ ഓഫീസിന് കുറച്ചുകൂടി ഒരു സാങ്കത്യമുണ്ട്. കാരണം ദിനം പ്രതി നൂറുകണക്കിന് ആളുകൾ അവിടെ വരികയും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു വിവാദങ്ങളുടെ കാര്യമൊന്നുമില്ല. ഞങ്ങൾ വികസനം നടത്തുക എന്നുള്ളതാണ്, ജനങ്ങളുടെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതിന് പറ്റിയ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറുന്നു, അത്രയേ ഉള്ളൂ. സാധാരണ ഇതിൽ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കാണുന്നത് കുറവാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ ആ തരത്തിൽ നേരിടുന്നതാണ് നമ്മൾ പൊതുവേ കാണുന്ന ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം. പക്ഷെ അങ്ങനെ വേണ്ട, വേറൊരു വഴിക്ക് പോകാം എന്ന് തന്നെ തീരുമാനിക്കുക. അല്ല, ഈ വിവാദങ്ങളെ വെച്ചുകൊണ്ട് വ്യക്തിപരമായിട്ട് ഒരു അപവാദം പ്രചരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവം പരിശ്രമിക്കാൻ നമ്മൾ കണ്ടതാണ്. നിങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് ഈ വട്ടിയൂർക്കാവിൽ ഇതുവരെയും അങ്ങനെ ഒരു സംസാരിക്കേണ്ട കാര്യമില്ല. വികസനങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോലും മറ്റുള്ളവരെ അപഹസിക്കാനോ ഇടപെടാനോ ഒന്നും ഞങ്ങൾ ശ്രമിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വിവാദങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. വികസനത്തിനാണ് ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരാഴ്ചയായിട്ട് രണ്ടുപേരും അവർ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഏതെങ്കിലും MLA ഓഫീസിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അല്ല, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 7 വർഷമായിട്ട് LDFിന്റെ ജനപ്രതിനിധി ഉണ്ടായിരുന്നു, BJPയുടെ ജനപ്രതിനിധി ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഓഫീസിൽ വരുന്ന ജനങ്ങൾ രാഷ്ട്രീയം വെച്ചുകൊണ്ടല്ലോ. എൻ്റെ മുമ്പിൽ എനിക്ക് വോട്ട് ചെയ്യാത്ത ആൾക്കാരും വന്ന് ആവശ്യങ്ങളുമായിട്ട് വരും, അവരുടെ കാര്യം ചെയ്തു കൊടുക്കണം. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ എല്ലാ ജനങ്ങളുടെയും ആളുകളാണ് ജനപ്രതിനിധികൾ എന്നുള്ളൊരു ചിന്ത ഇല്ലാതെ പോകുന്നതാണ് ഈ പ്രശ്നം. അപ്പോൾ അതിൻ്റെ തീയതി നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടിട്ടായിരിക്കും നിങ്ങളൊരു പക്ഷേ വന്നത്. തീയതി തീരുമാനിച്ചിട്ട് അറിയിക്കാം. ഈ പർപ്പസ്ഫുള്ളി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ശ്രീലേഖയുടെ ഓഫീസ് ചാലുവായി കഴിഞ്ഞ് BJP നേതാക്കളും പ്രവർത്തകരും അങ്ങ് നമ്മുടെ ഓഫീസിന്റെ അകത്തൂടെ ആണല്ലോ അകത്തേക്ക് പോകേണ്ടത്. അങ്ങനെ വരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നോ? ഇല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവിടെ വരുന്ന ആളുകളും എന്നെ കാണാൻ വരുന്ന ആളുകളും ഒക്കെ ജനങ്ങളാണ്. അവർ പാർട്ടിക്കാരും ചർച്ച ചെയ്യാനല്ലല്ലോ MLAയുടെ ജനപ്രതിനിധിയെ കാണാൻ വരുന്നത്. അതിന് വേറെ സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾക്ക് പാർട്ടി ഓഫീസല്ലേ, അവർക്കും പാർട്ടി ഓഫീസുണ്ട്. അപ്പോൾ അവിടെ വന്നത് ചർച്ച ചെയ്യും. അപ്പോൾ MLA ഓഫീസിൽ വന്നിട്ട് അല്ലെങ്കിൽ കൗൺസിലറുടെ ഓഫീസിൽ വന്നിട്ടാണ് രാഷ്ട്രീയം പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ 7 വർഷം സുഖമായിട്ട് അത് മുന്നോട്ട് പോയത്. ഇല്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കൗൺസിലറുടെ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, MLAയുടെ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സുഖമായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇനിയൊരു ചർച്ചയും വിവാദത്തിനും അടിസ്ഥാനമില്ല. ഞങ്ങൾ മാറാൻ തീരുമാനിച്ചു, അത്രയേ ഉള്ളൂ.